ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു വാസ്തവം ഉണ്ടായിരുന്നു, പാലുകാച്ചൽ പുതിയ വീടിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു അംഗനവാടി നടത്തുന്നല്ല, അംഗനവാടിയിലെ ടീച്ചറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ അമൃതം പൊടിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല കൂട്ടാണ് ആ ടീച്ചറുമായിട്ട്. അപ്പോൾ ആ ടീച്ചറിൻ്റെ പരവാസ്തോലിയായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ പോകണമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങളങ്ങനെ പോവുകയൊക്കെ ചെയ്തു. അപ്പം കഴിഞ്ഞ ദിവസം അമൃതം പൊടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനും കുഞ്ഞും കൂടെ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പം ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി അവിടെ നിൽപ്പുണ്ട്. ചേച്ചിയുടെ കൊച്ചുമോനെ അംഗനവാടിയിലേക്ക് ആക്കാൻ നിന്നാണ്. അപ്പം അവിടെ ഞാൻ ചെല്ലുമ്പോഴേ ഇങ്ങനെ സംസാരം കേൾക്കാം. അതായത് ആ ടീച്ചർ ഇവരുടെ മരുമകളും തമ്മിൽ എന്തോ റിലേഷൻ ഉള്ളതാണ്. അപ്പോൾ ആ ടീച്ചർ ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും വരണം എന്ന് പ്രത്യേകം ഇവർ രണ്ടുപേരും, അത് അച്ഛനെയും അമ്മയും പ്രത്യേകം വിളിക്കുകയും കൂടെ ചെയ്തതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അച്ഛനും അമ്മയും പോയില്ല, മകനെയും മരുമകളെയും കൂടെ വിട്ടു, ഒരു കൊച്ചിനെയും കൂടെ വിട്ടു. 2 കുട്ടികളാണ് അവർക്ക്. അപ്പം ഇളയ കുട്ടി ഉറങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് താൻ ചെല്ലാഞ്ഞെന്ന് ആ ചേച്ചി ടീച്ചറിനോട് പറയുന്നുണ്ട്. പക്ഷെ ടീച്ചർ പറയുന്നത്, ഞാൻ നിങ്ങളെ വന്ന് വിളിച്ചു, അപ്പം വരുന്ന എപ്പോഴായാലും എല്ലാവരും കൂടെ വരാനല്ലായിരുന്നു വിളിച്ച്. അപ്പം അതിൽ കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്, അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവരത്ര കാര്യമായിട്ട് വിളിച്ച്. ചെറിയൊരു പിണക്കമുണ്ട്, അത് മാറുന്നെങ്കിൽ മാറട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാ ബന്ധുക്കളും വരും. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് കാണുമ്പോൾ ചില പിണക്കങ്ങളൊക്കെ അങ്ങ് മാറുമല്ലോ. അപ്പോൾ ഈ ചേച്ചി പറയുന്നത്, അത് എല്ലാവരും കൂടെ വരുന്നത് ശരിയല്ലല്ലോ. ഒരു പരവാസത്തിൽ വിളിക്കുമ്പോൾ ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ചെല്ലുക എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് ഇവരെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല. കാരണം നിങ്ങൾ തമ്മിലുള്ള അത്ര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷനാണുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം വരണമെന്ന് വീട്ടിൽ വന്ന് പ്രത്യേകം നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ചെല്ലേണ്ടതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ പോയായിരുന്നു? ഇല്ല, അപ്പോൾ ഇവർക്ക് വീട് പണി നടക്കുന്നുണ്ട്, ചേട്ടൻ അതുകൊണ്ട് അതിന് തിരക്ക്. ഞാൻ പറഞ്ഞു, അപ്പം പിന്നെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. ഇപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം അകലെയുള്ള വീടുകളിൽ നിന്നായാലും അല്ലെങ്കിൽ വല്ല ബന്ധുക്കളുടെ വീടുകളിൽ നിന്നൊക്കെ ഒരു അകന്ന റിലേഷനാണെങ്കിലും നമ്മളെ വീട്ടിൽ വന്ന് വിളിക്കുമ്പോൾ സാധാരണ എന്താണ്, ചിലപ്പോൾ ഒരാൾ പോകും, അല്ലെങ്കിൽ 2 പേര്, ഭാര്യയും ഭർത്താവും കൂടെ കൂടും. ആ ഒരു രീതിയിലാണ് നിങ്ങളിപ്പം ചെയ്തേക്കുന്നത്. അപ്പം അത് ചിന്തിക്കല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു, ചിലർക്ക് മടിയുണ്ട് ടീച്ചറെ. കാരണം ഒരു പ്രായമായി കഴിഞ്ഞപ്പം വീട്ടിലെപ്പോഴും ജോലിയാണ്, അത് തീർത്തിട്ടൊന്നും സമയമില്ല. പിന്നെ എവിടോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ അത് വേറെ സാരിയൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിയൊക്കെ പോകണ്ടേ, അതൊക്കെ അങ്ങ് ചിലർക്കങ്ങ് മടിയാണ്. അപ്പം ആ ചേച്ചി പറഞ്ഞു, ശരിയാ മടിയാണ്. ഞാൻ പറഞ്ഞു, അത് ചിന്തിക്കില്ലേ. അധികം പ്രായമൊന്നും ആയില്ലല്ലോ. ഒരു വീട്ടിലെ ജോലി തീരുക എന്ന് പറയുന്നത് അതങ്ങനെ നടക്കുന്ന കാര്യമല്ല. കാരണം ആ വീട്ടിൽ 2 കൊച്ചുകുട്ടികളാണ്. ഒരാൾ അംഗനവാടി പഠിക്കുന്നു, ഒരാൾ ഒരു 1.25 വയസ്സ് കാണും, അത്രയേ ഉള്ളൂ. അപ്പം കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി കാണും. അതിൻ്റെ കൂടെ ഇവരുടെ വീട് പണി നടക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ആ വീട്ടിലെ കാര്യങ്ങൾ, മരുമകൾ ജോലിക്ക് പോകുന്നതാണ്. അപ്പം ഇതെല്ലാം നടക്കണം. പക്ഷേ നമുക്കൊരാവശ്യം, ഇപ്പം ഇനിയിപ്പോൾ ഇവരുടെ വീട് പണി തീരാറായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇവർക്ക് പ്രവാസം കഴിയുമ്പോൾ അവരും അതുപോലല്ലേ വരത്തുള്ളൂ. അപ്പം ടീച്ചർ പറയാൻ, ഞാനിങ്ങനെ പലത് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും വരണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ എല്ലാവരോടും പറയുകയും ചെയ്തു, ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, അവരെല്ലാവരുമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ നിങ്ങൾ വന്നില്ല, എന്നാലും അങ്ങനെ കാണിച്ച് ശരിയല്ല എന്നൊക്കെ ടീച്ചർ വാദിക്കും. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് മനസ്സിലായി അങ്ങനെ അത്രയും കാര്യമായിട്ട് വിളിച്ചിട്ട് പോകാതിരുന്നത് ശരിയായി. അപ്പം ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട്, ഞങ്ങൾ 2 പേരുടെ വരും. ഞാൻ പറഞ്ഞു, അപ്പം ടീച്ചർ പറഞ്ഞു, ഇനി എന്തിനാണ് വരുന്നത്? അപ്പം ഞാനും പറഞ്ഞു, അല്ല സത്യമാണ്, ഇനി എന്തിനാണ് പോകുന്നത്, അവരുടെ വീട്ടിൽ അപ്പോൾ ഇനിയും ചടങ്ങുകളൊക്കെ വരും എന്നുള്ളതാണ് ചേച്ചി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ആ വീട്ടിലൊരു കൊച്ചാണുള്ളത്, ഒരു 2-ലോ 3-ലോ അങ്ങോട്ട് പഠിക്കുന്നൊരു കുട്ടി. ഇനി അത് വളർന്ന് വലുതായി അതിൻ്റെ കല്യാണമാണ് ഇനി ഒരു ചടങ്ങുള്ളത്. അപ്പം പിന്നെ ആ സമയം വരെ, അപ്പം ടീച്ചർ പറഞ്ഞു, ഞാൻ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് അറിയില്ല, അതുകൊണ്ട് എങ്ങനെ. അപ്പം പറഞ്ഞു, ഇല്ല ഞങ്ങളൊരു ദിവസം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ആ പാലുകാച്ചൽ എന്ന് പറയുമ്പോൾ ആ ഒരു സമയം അവർ പാലുകാച്ചി ഇത്ര കാര്യമായിട്ട് വിളിച്ച്, ഇനിയിപ്പോൾ നിങ്ങളവിടെ ചെന്നിട്ട് ആരെയും കാണില്ല, ഈ ആൾക്കാർ തന്നെയല്ലേ അവിടെ ഉള്ളു. പിന്നെ വീട് കാണാൻ വീടവിടെ ഉണ്ട്. പരവാസ്തോലിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, എപ്പം ചെന്നാലും വീടിനാണല്ലോ പ്രാധാന്യം. അപ്പം വീടവിടെ ഉണ്ട്, വീട് കണ്ടിട്ട് വരാം. പക്ഷെ ആ ഒരു ദിവസത്തെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ കാണും. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് അല്ലെങ്കിൽ പിന്നെ വരാം, ഞങ്ങൾ പോയപ്പോൾ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചേച്ചിയെ ഉന്തിത്തള്ളി വിട്ടേനല്ലോ, നിങ്ങളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്.
അപ്പം ഞങ്ങൾ പോയത് വൈകുന്നേരമാണ്. കാരണം ഉച്ചയ്ക്ക് എനിക്ക് കുഞ്ഞുമായിട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ചൂടും വെയിലുമാണ്. ഫുൾ ടൈം എനിക്ക് അവളെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരങ്ങളിലെ യാത്രയെന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ്. വെയിലൊക്കെ ഒന്ന് താന്ന് കഴിയുമ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോയി, ഇവിടെ ഒരു കടയുണ്ട്, അവിടെ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു. അവളെ ഇനി അക്ഷരം പഠിപ്പിക്കേണ്ട ആളല്ലേ അംഗനവാടിയിലെ ടീച്ചർ. ഞാൻ ടീച്ചറമ്മയെന്നാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ചെറിയൊരു ഗിഫ്റ്റ്, അവളുടെ പാകത്തിനുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് പൊതിഞ്ഞെല്ലാം ഞങ്ങൾ അതുമായിട്ടാണ്. അപ്പം കുറച്ച് ദൂരമൊക്കെ അവൾ നടന്നു. വഴിയിൽ ആളുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെയാണ്, ബർത്ത്ഡേക്ക് തയ്ച്ച ഡ്രസ്സൊക്കെയാണ്. അപ്പം ഒരു ചേച്ചി പറഞ്ഞ് കമൻറ്റ് ചെയ്തു, രണ്ട് അമ്മയും മകളും ഒരുപോലത്തെ ഡ്രസ്സൊക്കെയാണല്ലോ. ഞാൻ പറഞ്ഞ സന്തോഷം, ഒരാളെങ്കിലും പറഞ്ഞല്ലോ. അപ്പം വഴിയിൽ ഒരുപാട് പേരാണ്. അപ്പോൾ ഈ ടീച്ചറിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. എന്ന് വെച്ചാൽ സൈഡിൽ ചെറിയ തോടുണ്ട്, നിറച്ച് തെങ്ങുണ്ട്. അപ്പോൾ അവിടെയൊക്കെയെന്ന് വെച്ചാൽ കുടയുടെ ഒന്നും ആവശ്യം, വൈകുന്നേരം കുടയുടെ ആവശ്യമില്ല. എങ്കിലും പറയണം, നല്ല നമ്മളൊരു നാട്ടിൻ പുറത്തെ സാധാരണ മണ്ണുള്ള വഴിയിൽ കൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ടാറിട്ട റോഡാണെങ്കിലും ആ ഒരു ഫീലാണ് എനിക്ക്. അതുവഴി അങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് റോഡുകളുണ്ട്, അധികം വണ്ടികളൊന്നുമില്ല, പക്ഷെ നല്ല റോഡാണ്. വീട്ടുകാരൊക്കെ ആ വാതിലൊക്കെ എന്താണ് തൂത്ത് വൃത്തിയാക്കിയിടും. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ അങ്ങനെ നടന്നു ചെയ്യുന്നപ്പോൾ എനിക്ക് വീടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചുമ്പോൾ ഇതോ കാണുന്നതാണ് ടീച്ചറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം, അപ്പുറത്തെ റോഡിൽ കൂടെയാണ്. ഞങ്ങൾ പുറകുവശത്തൂടി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഗേറ്റുണ്ട്, അതുവഴി കയറാം. അങ്ങനെ ഞങ്ങൾ ചെന്നു. ടീച്ചർ ഒരിക്കലും വിചാരിച്ചില്ല, കാരണം ഉച്ചയ്ക്ക് ഇവിടെയുള്ളവരൊക്കെ പോയിട്ടുണ്ട്, അടുത്ത അമ്മയും അച്ഛനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീച്ചർ പറഞ്ഞില്ല, ഉച്ച സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഈ ചൂടായിരിക്കും, വെയിലായിരിക്കും, കുഞ്ഞിന് ദേഷ്യമായിരിക്കും, ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു, പിന്നീട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയത്. അപ്പം ഞങ്ങളവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ ആളുകളൊക്കെ കുറവാണ്. ഇരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. വരുന്ന വഴിക്ക് ഇവരെ ഈ ചേച്ചിയും പോകാത്ത ചേച്ചിയും കൊച്ചും കൂടെ റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയത് ഉച്ചയ്ക്ക് പോകാമേ. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് പോയ ചേച്ചി നടക്കുന്ന കാര്യമല്ല. എനിക്ക് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, ഞാൻ മുതിർന്ന ആൾ. പക്ഷേ എൻ്റെ കുഞ്ഞിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഞങ്ങളിവിടെ നടന്നാണ് പോകുന്നത്, വെയിലുണ്ട്, അവൾ അല്ലാണ്ടായി പോവും ആ ചൂടത്ത് കൊണ്ടുപോയാൽ. അതുകൊണ്ട് അത് ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോഴും ഇവർ പറയുന്നില്ല അവരുടെ വീട്ടിൽ നിന്ന് ആരോ പോയെന്ന്. ഞാൻ ചോദിക്കാനും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ ഇന്നലെ ടീച്ചർ നല്ലതുപോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുന്ന വെച്ചാൽ എന്നാലും വന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ടീച്ചർ രേഖപ്പെടുത്തി. അത് കേട്ടിട്ട് അവർക്കും വല്ലാണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങളപ്പം ഒരുമിച്ച് ഇങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ കൂടെ കെയർ ചെയ്യണം, നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ അവരും ചോദിച്ചു എന്താ ഇത്ര നേരം താമസിച്ചു. അപ്പം ടീച്ചർ പിടിച്ചു വെച്ചു, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ആ ചേച്ചി പറയായിരുന്നു, ഇത് നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും വൈകുന്നേരം പത്രം എടുക്കാൻ പോകുന്ന വീട്ടിൽ ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞു ഞങ്ങളും പോയില്ല ഇതുവരെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നിങ്ങളൊക്കെ പോകാതിരിക്കുന്ന ഒരു വ്യക്തമായൊരു കാരണമുണ്ട്. കാരണം അവിടുത്തെ കുട്ടിക്ക് അവളുടെ ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് അങ്ങ് കൊണ്ടുപോയി വിടുമായിരുന്നു അന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വ്യക്തമായൊരു കാരണമുണ്ട് അല്ലേ, അത് മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ കൂടെ. പക്ഷേ ഇവരുടെ കാര്യം അങ്ങനെയല്ല. ഇവർ വെറുതെ വീട്ടിൽ നിന്നിട്ട് പോയില്ല രണ്ടുപേരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം വരുമ്പോൾ എല്ലാവരുമായിട്ട് പോകണം എന്ന് പറഞ്ഞു. നമ്മൾ മടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളവിടെ ചെന്ന് വിളിക്കുന്നു, ഇപ്പോൾ അവിടെ ഒരാൾ മാത്രം വരുമ്പോൾ നിങ്ങൾക്കും ഒരു ഫീലാകും. പിന്നെ ചിലർക്ക് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, കണ്ടോ അവരെ വിളിച്ച് അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. ചിലർ ഈ ഫുഡ് കൊടുക്കുന്നതിലൊക്കെ ഇതാണ്, എല്ലാവരും വന്ന് കഴിച്ചിട്ടു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എന്താണ് ഒരാൾക്ക് കഴിക്കാവുന്ന ആഹാരത്തിനൊരു പരിധിയുണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം നടത്തുന്നത് എന്തിനാണ്? ഒരു പരവാസ്തവത്തിൽ വെച്ചിട്ട് ആൾക്കാരെ വിളിക്കുന്നത് അവരെന്തെങ്കിലും തരുമെന്നുള്ളത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്പോൾ തരുന്നതിന് പകരം നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവരുടെ മനസ്സ് നിറച്ച് വിടുന്നു അല്ലേ. ഒരാൾക്ക് ആഹാരം കൊടുത്ത് അവരുടെ മനസ്സ് നിറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷമുണ്ടല്ലോ, അത് നമുക്കൊരു അനുഗ്രഹമായി മാറുക. അതാണ് ഈ ഒരു കാര്യം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതാണെങ്കിലോ, ഇപ്പം നമ്മൾ വീട് വെച്ചു, നമ്മൾ കാശ് മുടക്കി വീട് വെച്ചു,
ആരെയും വിളിക്കുന്നില്ല, നമ്മൾ കയറി താമസിക്കുന്നു. കാരണം നമ്മളിപ്പം ഒരുപാട് പേരെ വിളിച്ചെങ്കിൽ ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു തുക വേണം. പിന്നെ പന്തലിടനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു തുക ആവശ്യമാണ്. അത്രയും തുക ചിലവാക്കാതിരുന്നാൽ നമുക്കതൊരു ബെനിഫിറ്റ് അല്ലേ. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ അവർ വീട്ടിൽ വന്ന് നമുക്ക് എന്തെങ്കിലും തന്നാൽ നാളെ അവരെ വിളിക്കുമ്പോൾ തിരിച്ചു കൊണ്ട് കൊടുക്കണ്ടേ? അതിൽ നല്ലത് ആരെയും വിളിക്കാതിരിക്കുന്നതല്ലേ. അങ്ങനെ ചിന്തിച്ചുകൂടെ? അപ്പം നമ്മൾ ഓരോ ചടങ്ങുകളും വെക്കുന്നതിന് ഇങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. വെറുതെ വാങ്ങിക്കുക തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ 10 പേരെ വിളിച്ച് വരുത്തി ആഹാരം കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയും, വയറ് നിറയും, മനസ്സും നിറയും. അപ്പോൾ അത് അവർക്കൊരു സന്തോഷമാകും, നല്ല ആഹാരം കിട്ടിയതിൻ്റെ സന്തോഷം. കാരണം മറ്റൊന്നുമല്ല, എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഒരുപോലെ അല്ല ആഹാരം അല്ലേ. എല്ലാ ദിവസവും ഒരു ചോറും ഒരു കറിയും മാത്രം വെച്ച് സാധാരണ രീതിയിൽ കഴിയുന്ന ആളുകളുണ്ട് അല്ലേ. 3, 4, 5 കൂട്ടം കറി വെച്ചിട്ട് വേസ്റ്റാക്കി കളയുന്നവരുമുണ്ട് അല്ലേ. അങ്ങനെയുള്ളവരും ഇങ്ങനെയുള്ളവരും ഒക്കെയുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനൊരു ഒക്കേഷനിലാകുമ്പോഴത്തേക്കും അവർ വരിക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഫുഡ് അവർക്ക് കൊടുക്കുക. അവർ ചിലപ്പോൾ ഒരുപാട് നാളിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് സന്തോഷമാകും കഴിക്കുമ്പോൾ. ആ സന്തോഷമാണ് അവരുടെ മനസ്സ് നിറയും. ആ മനസ്സ് നന്നായി വരാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചില്ലെങ്കിലും പക്ഷേ കുറേയെങ്കിലും ആൾക്കാർ പറയും നല്ലതായിട്ടിരിക്കട്ടെ, നല്ലപോലെ ഇരിക്കട്ടെ. പക്ഷേ അവരുടെ ആ മനസ്സ് നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരനുഗ്രഹം നമുക്ക് എന്തായാലും കിട്ടും. അതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയാം. ഇങ്ങനെയുള്ള വിശേഷങ്ങളിൽ നമ്മൾ 10 പേരെ വിളിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും ടീച്ചർ അങ്ങനെ പറഞ്ഞു. ഇനി അവരുടെ വരവാസ്തുവിൽ വരുമ്പോൾ എങ്ങനെ ഒന്നും ആർക്കറിയാമില്ലേ. അങ്ങനെ പോട്ടെ. അതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ.